നെക്സ്റ്റ് ഒരു സിമ്പിൾ സാധനമാണ് ലോ ഓഫ് മാലൂസ്. നോക്കാം, അടിപൊളി സാധനം. ഞാനിവിടെ പറയുന്ന കാര്യം എല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് അൺപോളറൈസ്ഡ് ലൈറ്റിനെ കയറ്റിവിടാം. ഓക്കെ, അപ്പോൾ അൺപോളറൈസ്ഡ് ലൈറ്റ് അങ്ങോട്ട് കയറ്റിവിടാണ്. അപ്പോൾ അതിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസിലെ വൈബ്രേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം, അൺപോളറൈസ്ഡ് ലൈറ്റാണ്. ഓക്കെ, ഇതിനെ ഞാനൊരു ടൂർമലൈൻ ക്രിസ്റ്റലിൽ കൂടെ കയറ്റി വിട്ടു. ഓക്കെ, കയറ്റി വിട്ട് കഴിഞ്ഞ് ഇതിൻ്റെ പാസ് ആക്സസ് ഇങ്ങനെയാണ്. അപ്പോൾ വെളിയിൽ വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇത് എന്ത് ലൈറ്റാ? ഈ ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റാണ്. ഓക്കെ, ഒരു കുഴപ്പമില്ല, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യം. ഇനി അടുത്തത്, ഈ വഴിയിൽ ഞാൻ വീണ്ടും ഒരു പോളറോയിഡ് കൂടെ കൊണ്ടുവയ്ക്കുന്നു, ഒരു ടൂർമലൈൻ ക്രിസ്റ്റലിലൂടെ കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, കൊണ്ടുവച്ചിട്ട് ഇതിൻ്റെ പാസ് ആക്സിസ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ, ഈ ലൈറ്റ് അതേപടി അപ്പുറത്ത് കിട്ടും. അപ്പോൾ അവിടെ കിട്ടുന്നത് ഇത് തന്നെ ആയിരിക്കും, ആണല്ലോ. ഓക്കെ, ആ വൈബ്രേഷൻ അതേപടി കയറി വരും. ഇനി ഞാൻ ഇവനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ പോവാണ്. ഇവനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് ഞാൻ ഇങ്ങനെ ചരിച്ചു കഴിഞ്ഞാൽ, റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. ഇവിടെ കിട്ടുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. ഓക്കെ, ഇനി ഈ രണ്ട് ക്രിസ്റ്റലും ഇരിക്കുന്നത്, ആദ്യത്തെ ഇങ്ങനെ ഇരിക്കുകയാണ്, രണ്ടാമത്തെ ക്രിസ്റ്റൽ ഇങ്ങനെ ആക്കി ഞാൻ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നോ ലൈറ്റ് കംസ് ഔട്ട്. വെളിയിൽ ലൈറ്റേ വരത്തില്ല. അപ്പം ഇവിടെ നിന്ന് നമ്മൾ എന്ത് ലൈറ്റാണ് കയറ്റി വിടുന്നത്? അൺപോളറൈസ്ഡ് ലൈറ്റ് കയറ്റി വിടുന്നു. അൺപോളറൈസ്ഡ് ലൈറ്റ് കയറ്റി വിട്ടു. ഇവിടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഓക്കെ, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണ് കിട്ടിയത്. ഇനി ഇപ്പുറത്ത് രണ്ടാമത് വെച്ച പോളറോയിഡിൻ്റെ പാസ് ആക്സിസ് ആദ്യത്തെ പാസ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ പറയും ഇവന്മാർ രണ്ടുപേരും ക്രോസ്ഡ് ആയിട്ടിരിക്കുകയാണെന്ന് പറയും. ഈ ക്രോസ്ഡ് ആയിട്ടിരിക്കുന്ന ഈ സമയത്ത് വെളിയിൽ ലൈറ്റേ വരില്ല. അടിപൊളിയാണ്. നമ്മൾ ഈ രണ്ട് പോളറോയിഡ്സിനെ ക്രോസ്ഡ് ആക്കി വെച്ചാൽ വെളിയിൽ ലൈറ്റേ കിട്ടത്തില്ല. അപ്പം ഇവിടെ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് ലൈറ്റേ കിട്ടത്തില്ല. അടിപൊളിയല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയുടെ സൈഡ് ഗ്ലാസ് ആയിട്ട് ഇതുപോലെ ഒരു സെറ്റപ്പ് അവിടെ ചെയ്ത് വെച്ചാൽ വെളിയിൽ നിന്ന് ഭയങ്കര വെയിൽ വരുന്നു. അപ്പം നമുക്കിത് രണ്ട് ഗ്ലാസ് ഉണ്ട്, ഈ രണ്ടും പോളറോയിഡ് ഗ്ലാസ്സുകളാണെങ്കിൽ നമ്മൾ ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇത് രണ്ടിൻ്റെയും പാസ് ആക്സസുകൾ ഇതുപോലെ പെർപെൻഡിക്കുലർ ആക്കി വെച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് ലൈറ്റ് വരത്തില്ല. ഇപ്പോൾ വെളിയിൽ വെയിലുണ്ടെങ്കിലും അകത്ത് ലൈറ്റ് വരത്തില്ല. അടിപൊളി സംഭവമല്ലേ? അപ്പോൾ എന്താണ് സംഭവിച്ചത്? സോ ലിസൺ, ദിസ് ഈസ് എ ഫസ്റ്റ് പോളറോയിഡ്. ഐ കോൾ ഇറ്റ് പോളറൈസർ. ആൻഡ് ദ സെക്കൻഡ് പോളറോയിഡ് ഈസ് നോൺ ബൈ ദ നെയിം അനലൈസർ. എന്താണ് പേര്? അനലൈസർ. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് മാലൂസിൻ്റെ ലോ ആണ്. അതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. Unpolarized light is passed through Polaroid. Okay, then we get plain polarized light. In the path we are placing another Polaroid. Okay, when their pass axes are parallel, maximum intensity light comes out. When the analyzer is rotated, the intensity of light coming out of it decreases. When the pass axes are perpendicular, we say the polaroids are crossed, then no light comes out. So the intensity of light coming out of analyzer, the second one is called analyzer. The intensity of light coming out depends on the rotation. Am I right? So the intensity of light coming out of analyzer is proportional to square of cosine of angle between these two axes. എന്താണ്? ഈ ആക്സസിനും ആ ആക്സസിനും ഇടയ്ക്ക് ഒരു ആംഗിൾ ഇല്ലേ? ഈ അതിൻ്റെ കോസ് എടുക്കുക, അതിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷനാണ് വെളിയിൽ കിട്ടുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്നാണ്. അപ്പോൾ ഈ ലോയെ വിളിക്കുന്ന പേരാണ് മാലൂസ് ലോ. അപ്പോൾ എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കമ്മിങ് ഔട്ട് ഓഫ് അനലൈസർ is proportional to square of intensity of square of cosine of angle between the polarizing directions of polarizer and analyzer.
എന്താണ് ഞാൻ പറഞ്ഞത്? See, intensity of light coming out of analyzer is proportional to square of cosine of angle between the polarizing directions of polarizer and analyzer. This is known as law of Malus. So once again, see, this is unpolarized light. Okay, this is polarizer. First Polaroid, I name it polarizer. So the intensity of light coming out is what? Half the intensity of unpolarized light, that you know. Then see, in the path I am placing another Polaroid, and if their path axes are parallel, maximum intensity of light coming out of the second Polaroid called analyzer. Then on rotating the analyzer, the intensity of light coming out of analyzer decreases. Then when their path axes are crossed, that is they are perpendicular, no light comes out of analyzer. Then I want to calculate the intensity of light coming out of analyzer. See, intensity of light coming out of analyzer is proportional to square of cosine of angle between the path axis of polarizer and analyzer. This is called Malus law. So what is Malus law? The intensity of light coming out of analyzer is proportional to square of cosine of angle between polarizer and analyzer. Okay, actually angle between the two path axes. So once again I will ask, you have to say, see, what type of light is this? It is unpolarized light. Then I am placing what? A Polaroid. So I name it polarizer. So what do you know about the intensity of light coming out of it? So the intensity of light coming out will be half the intensity of unpolarized light, that you know. Then this light will be what? Plane polarized light. This plane polarized light is falling on what? Analyzer. Plane polarized light is falling on analyzer. Then when their path axes are parallel, maximum intensity light comes out. When the second Polaroid is rotated, the intensity of light decreases. When their path axes are perpendicular, no light comes out. Am I right? So I want to calculate the intensity of light coming out of analyzer. So it is proportional to cos square theta, where theta is angle between these two. Okay, these two axes. Is it clear? Then I can write like this: I is equal to I0 into cos square theta. Here I0 is the intensity of light falling on analyzer. This is the plane polarized light. Am I right? Its intensity is I0. It is falling on analyzer. Is it clear? Confusion ഉണ്ടാക്കരുത്. ഇവിടെ ഇരിക്കുന്നത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഈ അൺപോളറൈസ്ഡ് ലൈറ്റിനെ ഇതിൽ കൂടെ കയറ്റി വിട്ടാൽ ഇവിടെ കിട്ടുന്നത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഈ അൺപോളറൈസ്ഡ് ലൈറ്റിന്റെ പകുതിയാണ്. ഓക്കെ, ഇനി ഈ ലൈറ്റിന്, അപ്പോൾ ഇതിന്റെ ഇന്റൻസിറ്റി ഇപ്പം ഞാൻ I0 എന്ന് വിളിച്ചു. ഈ ലൈറ്റാണ് എന്ന് അനലൈസറിൽ വീഴുന്നത്. അനലൈസറിന്റെ വെളിയിൽ കിട്ടുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? I0 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റയാണ്. തീറ്റ എന്ന് പറയുന്നത് രണ്ട് പാസ് ആക്സിസിനും ഇടയ്ക്കുള്ള ആംഗിളാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി അടുത്തേക്ക് കൂടെ